നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നോക്കുന്നത്. അതായത്, ഒരാൾക്ക് ദൈവത്തിൽ ശരിക്കും വിശ്വാസമുണ്ടോ? അതെങ്ങനെ മനസ്സിലാക്കാം? വളരെ പ്രസക്തമായ ചോദ്യം. ഇതിന് നമ്മൾക്ക് ഖുറാനിലെ ചില വാക്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ വാക്യങ്ങൾ വെച്ച് യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ആഴത്തിൽ നോക്കിയാലോ? തീർച്ചയായും. ശരിക്കും ഈ വചനങ്ങൾ പ്രകാരം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വാക്യം എടുക്കാം. സൂറത്ത് 3 വാക്യം 17. ശരി. ഇതിൽ കുറച്ച് ഗുണങ്ങൾ പറയുന്നുണ്ട്. 1, ക്ഷമ, സ്ഥിരതയുള്ളവർ. സ്ഥിരചിത്തത. അതെ. പിന്നെ സത്യം പറയുന്നവർ. ശരിയാണ്. മൂന്നാമതായി ഭക്തിയോടെ അനുസരിക്കുന്നവർ. പിന്നെ ദൈവവഴിയിൽ പണം ചെലവഴിക്കുന്നവർ. ദാനധർമ്മം. അതെ. അവസാനം രാവിലെ പ്രഭാതത്തിനു മുൻപ് പാപമോചനം തേടുന്നവർ. ഇവരാണ് ശരിയായ വിശ്വാസികൾ എന്ന് പറയുന്നു. ശരിയാണ്. ഇവിടെ എന്താ പറയാ, ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടല്ലോ, അത് ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെയും, അതായത് സ്ഥിരത, സത്യസന്ധത പോലെയുള്ളവ, അതുപോലെ പുറമേ കാണുന്ന പ്രവർത്തികളെയും, ഈ അനുസരണം, ദാനം, പ്രാർത്ഥന, ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. ശരിയാണ്. അപ്പോ ഇതിനർത്ഥം വിശ്വാസം എന്നത് വെറുതെ മനസ്സിൽ വെച്ചാൽ പോരാ, അത് നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തു വരണം, തെളിയണം. അപ്പൊ അതൊരു വെറും ചിന്തയല്ല, ഒരു ജീവിത രീതിയാണ് എന്നാണോ? അതെ. ഒരു സജീവമായ അവസ്ഥ, വെറുതെ ഇരിക്കുന്ന ഒന്നല്ല, അതിനൊരു പരിശ്രമം വേണം. ഈ പറഞ്ഞ സ്ഥിരചിത്തത അല്ലെങ്കിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുക എന്നത് അത് വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം മതിയോ? അതോ സാധാരണ ജീവിതത്തിലും അതിന് സ്ഥാനമുണ്ടോ? നല്ല ചോദ്യം. എനിക്ക് തോന്നുന്നത് അത് വലിയ പരീക്ഷണങ്ങളിൽ മാത്രം പോരാ, നമ്മുടെ എല്ലാ ദിവസത്തെ ജീവിതത്തിലും, ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഉറച്ച തീരുമാനം. ഓഹോ. വാക്ക് പാലിക്കുക, എപ്പോഴും സത്യം പറയുക, ഇതിലൊക്കെ ഈ സ്ഥിരത വേണം. അല്ലാതെ വലിയ പ്രതിസന്ധി വരുമ്പോൾ മാത്രം കാണിക്കേണ്ട ഒന്നല്ലാതെ. മനസ്സിലായി. ശരിയാണ്. ഇനി മറ്റേ വാക്യം നോക്കിയാലോ. സൂറത്ത് 2 വാക്യം 62. അത് കുറച്ചുകൂടി രസകരമാണ്. അതെ, കാരണം ഇത് കുറച്ചുകൂടി ഒരു വലിയ ക്യാൻവാസിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയാണ്. ഇതിൽ പറയുന്നത് വിശ്വാസികള്, അതായത് മുസ്ലിംകള്, പിന്നെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, പിന്നെ സാബിയാന്മാർ എന്ന് പറയുന്ന പഴയൊരു സമൂഹം, ഏകദൈവ വിശ്വാസികൾ, അതെ, ഇവരിൽ ആരായാലും അവർക്ക് 2-3 കാര്യങ്ങൾ ഉണ്ടായാൽ മതി എന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, അടിസ്ഥാന വിശ്വാസങ്ങൾ. അതെ. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ അവർക്ക് ദൈവത്തിങ്കൽ പ്രതിഫലം ഉറപ്പാണ്. അവർക്ക് പേടിക്കാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല എന്നും പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ആദ്യത്തെ വാക്യം 3:17 ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ നല്ല ഗുണങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞതല്ലേ? അന്ത്യനാൾ എന്നതിലുള്ള വിശ്വാസം, പിന്നെ നല്ല പ്രവൃത്തികളും. പ്രവൃത്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. ഈ അടിസ്ഥാന കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും രക്ഷയുണ്ടെന്ന് വരുന്നു. ഇത് ഒരുപക്ഷെ വിശ്വാസത്തിന്റെ ചില സാർവത്രികമായ തത്വങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് തോന്നുന്നു. അപ്പോ 2 വാക്യങ്ങളിലും ഈ പ്രവൃത്തികൾക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. പക്ഷേ ഒരാളുടെ മനസ്സിലെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നളക്കാൻ പുറമേയുള്ള പ്രവൃത്തി മാത്രം നോക്കിയാൽ മതിയോ? അങ്ങനൊരു ചോദ്യം വരില്ലേ? വരാം, തീർച്ചയായും. ഒരാളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ആഴം അത് നമുക്ക് പുറമേ നിന്ന് നോക്കി അളക്കാൻ പറ്റില്ല, അത് ശരിയാണ്. എന്നാൽ ഈ വാക്യങ്ങൾ പറയുന്നൊരു കാര്യം, ശരിയായ വിശ്വാസം ഒരാളിലുണ്ടെങ്കിൽ അത് ഉറപ്പായും നല്ല സ്വഭാവങ്ങളായിട്ടും നല്ല പ്രവൃത്തികളായിട്ടും പുറത്തേക്ക് വരുമെന്നാണ്. ഓക്കേ. പറയാം. അപ്പോ വെറുതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. അത് ജീവിതത്തിൽ കാണിക്കണം. അതാണ് കാര്യം. അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്തതിൽ നിന്ന് ചുരുക്കി പറഞ്ഞാൽ, ഈ ഖുർആൻ വാക്യങ്ങൾ അനുസരിച്ച് യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത് വെറും ഒരു മാനസികാവസ്ഥ മാത്രമല്ല. അത് സ്ഥിരത, സത്യസന്ധത പോലുള്ള ഗുണങ്ങൾ, അനുസരണം, ദാനം, പ്രാർത്ഥന, നല്ല കർമ്മങ്ങൾ പോലുള്ള പ്രവൃത്തികൾ, പിന്നെ ദൈവം, അന്ത്യനാൾ പോലുള്ള അടിസ്ഥാന വിശ്വാസങ്ങൾ, ഇതെല്ലാം ചേർന്നതാണ്. അതെ, ഒരു സമ്പൂർണ്ണ പാക്കേജ് പോലെ. ഉള്ളും പുറവും ഒരുപോലെ ആവണോ അല്ലേ? അതെ, വളരെ ശരിയാണ്. ഒരാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിലാണ് ആ വിശ്വാസം ശരിക്കും കാണാൻ പറ്റുക, അല്ലാതെ വെറുതെ പറയുന്ന വാക്കുകളിലല്ല. വിശ്വാസത്തിന് പ്രായോഗികമായ ജീവിതത്തിൽ കാണാവുന്ന തെളിവുകൾ വേണം. അതാണ് ഈ വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്.
ഈ വിഷയത്തിൽ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ഒരു കാര്യം കൂടി പറയാം, കേൾക്കുന്ന നിങ്ങൾക്കായിട്ട്. പറയൂ. ഈ വാക്യങ്ങൾ നോക്കുമ്പോൾ വിശ്വാസത്തിന് വളരെ വ്യക്തമായ ചില അളവുകോലുകൾ, ചില സ്വഭാവങ്ങൾ, ചില പ്രവൃത്തികൾ ഒക്കെ പറയുന്നുണ്ട്. ശരിയാണ്. വിശ്വാസം എന്ന് നമ്മൾ പൊതുവെ പറയുമ്പോൾ ചിലപ്പോ ഇത്ര കൃത്യമായ കാര്യങ്ങൾ ഓർക്കണമെന്നില്ല. എന്നാൽ ഈ ഖുറാൻ പറയുന്ന ഈ പ്രത്യേക മാനദണ്ഡങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും ജീവിതരീതിയെയും ഒരുപക്ഷെ മാറ്റിയേക്കാമല്ലേ? അതൊരു നല്ല ചിന്തയാണ്. അതൊന്നാലോചിച്ച് നോക്കാവുന്നതാണ്.